ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പരിപ്പ് മാങ്ങ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പളവിൽ പരിപ്പ് ഒരു അരമണിക്കൂർ നേരം കുതിർത്തെടുത്ത കേട്ടോ. അത് നന്നായിട്ട് കുതിർത്തെടുക്കണം കേട്ടോ നമ്മൾ പരിപ്പിനെ. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിനെ ഒരു കുക്കറിലോട്ട് ആഡ് ചെയ്ത് അതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പളവിൽ വെള്ളം ഞാൻ ഈ സമയം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മാങ്ങ, ഇത് കണ്ടില്ലേ, ഇത്രയും വലുപ്പത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുത്ത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. മാങ്ങയുടെ അളവ് കൂടാനായിട്ട് പാടില്ല കേട്ടോ. കുറച്ച് മാങ്ങ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 4 പച്ചമുളക് എരിവിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്കൊരു 5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 6 ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ട് വേണം നിങ്ങൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഉപയോഗിക്കണം നല്ല കേട്ടോ. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് 1 കപ്പ് വെള്ളം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ചുഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുക്കറൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് വെന്ത് കഴിഞ്ഞ് ഇതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ മാങ്ങയും പരിപ്പും നല്ല രീതിയിൽ വെന്ത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീണ്ടും നന്നായിട്ട് തിളച്ച് വരുന്ന സമയം ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പരിപ്പ് കറിയിലോട്ടായിട്ട് തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഫൈനായിട്ട് അരച്ചെടുത്താൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് തിളച്ച് വരണം. അതായത് ഇതിനെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. പതുക്കെ വെന്ത് കഴിയുമ്പോൾ ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഈ സമയം ഞാനൊരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇനി നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനേ. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഇതേ അടുപ്പിലോട്ട് തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചീനച്ചട്ടിയിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കടുകെല്ലാം മുഴുവനായിട്ട് പൊട്ടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിതിനെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് മാങ്ങ പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കേണ്ടത്. വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. നമുക്ക് നാടൻ ചോറിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് മാങ്ങ കറി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്